ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഗരുഡവാഹനത്തിലേറി നമുക്കൊന്ന് പറന്നിറങ്ങാം ചിറക്കൽ സപ്താഹ ഭൂമിയിലേക്ക്. ഭൂമിയിൽ വൈകുണ്ഠ ലോകം ചമയ്ക്കുന്ന ആ പാലാഴിനാഥൻ്റെ സന്നിധിയിലേക്ക്. എന്തു ഭംഗിയാണ് ഈ ക്ഷേത്രം! പാലയും ആലും മഞ്ചാടിമരവും പൂത്തു നിൽക്കുന്ന ചിറക്കൽ ദേവസന്നിധിയിലെ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിനായി അണിഞ്ഞൊരുങ്ങുന്ന ആ ദേവഭൂമിയിലെ ഭക്തജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സപ്താഹ വിശേഷങ്ങളിലേക്ക്. 23ാമത്തെ സപ്താഹമാണല്ലോ നടക്കുന്നത്. ശരിക്കും കോവിഡായിട്ട് നമ്മൾ ഒരു വർഷം നടത്തി. കോവിഡുമായിട്ട് 2 വർഷം നമുക്ക് മുടങ്ങിപ്പോയി. അപ്പം 25ാമത് വരേണ്ടതായിരുന്നു. അങ്ങനെയാണ് 1999 നമ്മുടെ ശ്രീമദ് ഭാഗവത സപ്താഹം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 26 വർഷമായി ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ട്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗവത ഹംസം എന്ന് പറയുന്ന ഭാഗവത ഹംസമായ ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട മള്ളിയൂർ തിരുവേനിയാണ് വന്ന് നമ്മുടെ ആദ്യത്തെ ഭദ്രദീപ പ്രകാശനം നടത്തി നമ്മളെ അനുഗ്രഹിച്ച് പോയിട്ടുള്ളത്. 26 വർഷമായി നമ്മുടെ ഈ കമ്മിറ്റി ഏറ്റെടുത്തിട്ട് 26 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ സപ്താഹം ആരംഭിക്കുകയും 2014 പുനരുദ്ധാരണം നടത്തി ക്ഷേത്രം നവീകരണോത്സവം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ ചിട്ടയോടുകൂടിയാണ് ഈ ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും എത്തി ഭഗവത് അനുഗ്രഹങ്ങൾ വാങ്ങണമെന്ന് ഭഗവത്ധാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ വർഷത്തെ സപ്താഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയത്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭയാത്ര കഴിഞ്ഞ വർഷം പെട്ടെന്ന് തന്നെ നമ്മൾ ശോഭയാത്രയായിട്ട് കുട്ടികളുടെ പെട്ടെന്ന് തന്നെ മഴയായിരുന്നു. എങ്കിൽ തന്നെ ഈ വർഷം നമ്മൾ ശോഭയാത്ര നടന്ന ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ടാണ് 100 കൃഷ്ണവേഷം വിപണി എല്ലാവരെയും വേഷം കെട്ടിച്ച് വളരെ ചിട്ടയോടുകൂടി വെട്ടിക്കാട്ടും ഗുരുമന്ദിരത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനും എല്ലാ കുട്ടികളും 4 മണിക്ക് തന്നെ ഗുരുമന്ദിരത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണം. ഇപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കൃഷ്ണവേഷം കെട്ടാനൊക്കെ ഇവിടെ ആൾ റെഡിയാണ്. അതിൻ്റെ വേഷം ഇല്ലാത്തതൊന്നും വേഷം കെട്ടിക്കൊണ്ട് വന്നാലും കുഴപ്പമില്ല. വേഷം കെട്ട് യാദൃശ്യമായിട്ട് കുട്ടികൾക്ക് വേഷം കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് പോന്നാൽ മതി. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ അത് റെഡിയാണ്. അതൊരു വലിയൊരു സംഭവമാണ്. 4 മണിക്ക് വന്ന് ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പുകളും യജ്ഞാചാര്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ രീതിയിൽ യജ്ഞാചാര്യൻ്റെ നിർദ്ദേശാനുസരണം അതും ഭാഗവതസപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നിർദ്ദേശാനുസരണം തന്നെയാണ് ബാലഗോകുലത്തിൻ്റെ ശോഭയാത്രയും ക്ഷേത്രത്തിൽ സങ്കേതത്തിൽ എത്തിച്ചേരുന്നത്. ഇനി എല്ലാ കുട്ടികളും കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വേഷങ്ങൾ അണിഞ്ഞ് ക്ഷേത്ര സങ്കേതത്തിലേക്ക് എത്തിച്ചേരണം. 12 മണിക്ക് നടക്കുന്ന ഉണ്ണിയൂട്ടും വളരെ പ്രാധാന്യമാണ്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഉണ്ണിയൂട്ടിലിരിക്കാം. എല്ലാവരും ഒരു തൂശനിലയായിട്ട് ക്ഷേത്രത്തിൽ വന്ന് വരിക. ക്ഷേത്ര സങ്കേതത്തിലിരുന്ന് കുട്ടികൾക്ക് ഉണ്ണിയൂട്ട് 12 മണിക്കാണ്. 12 മണിക്ക് ഉണ്ണിയൂട്ടിന് ശേഷമാണ് അന്ന് നമ്മൾ അന്നദാനം കൊടുക്കുന്നത്. അന്നദാനം എന്ന് പറയാൻ പറ്റില്ല, പ്രസാദ കൂട്ട് സമൂഹ സദ്യ നടത്തുന്നത്. അത് എല്ലാവരും കുട്ടികളായിട്ട് നേരത്തെ തന്നെ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരണമെന്ന്, യജ്ഞവേദിയിൽ എത്തിച്ചേരണമെന്ന് വീണ്ടും വീണ്ടും ഭഗവത്ധാമത്തെ അഭ്യർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ. പടിഞ്ഞാറേക്ക് ദർശനമായി നരസിംഹഭാവമുള്ള മഹാവിഷ്ണു, കിഴക്കോട്ട് ദർശനമേകി ഗോശാല കൃഷ്ണനും അഭയസ്ഥാനമേകുന്ന അനുഗ്രഹമേകുന്ന ഈ ക്ഷേത്രത്തിലെ ആചാരവിശേഷങ്ങൾ കൂടി നമുക്കൊന്നറിയാം. മനയത്താറ്റില്ലത്ത് വിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് മുഖ്യ തന്ത്രി. ചുമതല 2 പേർക്കും വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ തിരുമേനിയുടെ മനയും നമ്മുടെ തന്ത്രത്തിൽപ്പെടും. ഇവിടുത്തെ ചാർജ് കൊടുത്തിരിക്കുന്നത് മനയത്താറ്റില്ലത്ത് ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നരസിംഹഭാവത്തിലിരിക്കുന്ന മഹാവിഷ്ണുവായതിൻ്റെ പേരിൽ തിരുവോണ നാളിൽ വൈകിട്ട് എല്ലാ തിരുവോണത്തിൻ്റെ അന്ന് പാനകവും ഉണ്ണിയപ്പവും നേദിക്കണമെന്ന് ദേവപ്രസത്തിൽ കാണുകയും നമ്മളെല്ലാ തിരുവോണത്തിൻ്റെ അന്നും സ്പെഷ്യൽ പൂജ നടത്തി നരസിംഹസ്വാമിക്ക് പാനകവും ഉണ്ണിയപ്പവും നേത്യവും ഉണ്ടായിരിക്കും. എല്ലാ ആയില്യത്തിൻ്റെ അന്നും നമ്മൾ സർപ്പപൂജ സർപ്പദൈവങ്ങൾക്കും നടത്തപ്പെടുന്നു. ആഗസ്റ്റ് 23 വെള്ളിയാഴ്ച മുതൽ ആഗസ്റ്റ് 30 വെള്ളിയാഴ്ച വരെ നടക്കുന്ന ഈ സപ്താഹ മഹാമഹ ഉത്സവം
ആ മഹത്തായ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും